ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ജൂലൈ 3 വരെ നീട്ടി. കെജ്രിവാൾ തീഹാർ ജയിലിൽ തന്നെ തുടരും. എസ് നന്ദഗോപൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, വിശദാംശങ്ങൾ. പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന ഡൽഹിയിലെ മദ്യവിതരണം സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് വഴി 100 കോടി രൂപയിലധികം കമ്മീഷനായി ലഭിച്ചു എന്നുള്ളതാണ് ED കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതും അതേപോലെ തന്നെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നതും. ഇപ്പോൾ നിലവിൽ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. അടുത്ത മാസം 3 വരെയാണ് കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ അദ്ദേഹം പിന്നീടും ജാമ്യം ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം നീട്ടി നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവിടെയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയായിരുന്നു കെജ്രിവാളിന് നേരിട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടിയതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിൽ തന്നെ തുടരുമെന്നുള്ളത് ബോധ്യമായി.